ഈ കാലഘട്ടത്തിൽ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുമ്പോ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ഇസ്തിഖാമത്തോടെ നിൽക്കാൻ, യഖീനോടെ നിൽക്കാൻ, മരിക്കേണ്ടി വന്നാലും ഈമാൻ മുറുകെ പിടിച്ചുകൊണ്ട് മരിക്കാൻ അള്ളാഹു നമുക്ക് ചോദിക്കാറുന്ന ഈമാൻ ഉണ്ടല്ലോ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ നൂറ് അത് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് അള്ളാഹു ഒഴിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് മരിക്കുന്ന സമയത്ത് പരിപൂർണമായിട്ടുണ്ടാവാൻ അത് നമ്മുടെ ജീവിതത്തിൽ പണിയെടുക്കണം. അതെന്താണെന്ന് ഉമ്മത്തിനെ പഠിപ്പിച്ചു കൊടുക്കണം. അതാ ഞാൻ പറഞ്ഞത്, ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ മദ്യപാനം. അത് മാറ്റിയേ മതിയാവുള്ളൂ. അത് മാറ്റണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുന്നിലിരിക്കുന്ന നിങ്ങളോട് മാത്രമല്ല ഞാൻ പ്രസംഗിക്കുന്നത്, എന്നെ കേൾക്കുന്ന പിന്നീട് കേൾക്കാൻ സാധ്യതയുള്ള മുഴുവൻ ആളുകളോടും പറയുന്നു, അള്ളാഹു നമുക്ക് തന്ന ആരോഗ്യം, ആ ആരോഗ്യം ലോകത്ത് ഏത് തിന്മ പോലെയുമല്ല മദ്യപാനം എന്ന് പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ് ആ വിഷയം. മദ്യപാനം ലോകത്ത് വേറെ ഏത് തിന്മ പോലെയുമല്ല. വ്യഭിചാരം പോലെയാണോ? അല്ല. പലിശ പോലെയാണോ? അല്ല. പലിശ മഹാപ്രശ്നമാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ മദ്യപാനം എന്ന് പറയുന്നതിന് മറ്റൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം വേറൊന്നുമല്ല സഹോദരങ്ങളെ, ആരംഭപ്പൂവായ നബി തങ്ങൾ പറഞ്ഞു, ഇന്നഹാ ഉമ്മുൽ ഖബായിസ് ഫജ്തനിബുൽ ഖംറ. നിങ്ങൾ മദ്യപാനം വെടിയണേ. എന്തുകൊണ്ടെന്നറിയോ? ഫഇന്നഹാ ഉമ്മുൽ ഖബായിസ്. എല്ലാ തിന്മകളുടെയും മാതാവെന്ന് പറയുന്നത്, എല്ലാ തിന്മകളുടെയും ബേസ് എന്ന് പറയുന്നത് മദ്യപാനമാണ്. സഹോദരിമാരെ ചിന്തിക്കും, ഉസ്താദേ മദ്യപാനം പറഞ്ഞിട്ട് അമ്മക്ക് എന്താ? ഇപ്പൊ കൂടുതൽ കുടിക്കുന്ന പെണ്ണുങ്ങളാണ്. ഇത് മദ്യപിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. നിങ്ങളല്ല എന്ന് പറഞ്ഞാൽ തെളിവ് നിരത്താൻ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ അത് പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. അപ്പൊ അതുകൊണ്ട് പഠിക്കട്ടെ, എല്ലാ പാപങ്ങളുടെയും ബേസ്, എല്ലാ പാപങ്ങളുടെയും കാരണം എന്ന് പറയുന്നത് മദ്യപാനമാണ്. ഇത് വെറുതെ, ഇത് അള്ളാന്റെ ഹബീബ് പറഞ്ഞതാണ്. എന്താ കാര്യം എന്നറിയോ? ഒരിക്കൽ ഒരു മഹാനായ ഒരു വലിയൊരു ആരിഫായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ കഥകൾ കേട്ടോ. നല്ലൊരു മനുഷ്യനാണ്, ആബിദായ ആരിഫായ നല്ല സാത്വികനായ ഒരു മനുഷ്യൻ. ആരുടെ ജൽപ്പനങ്ങൾക്കും ആരുടെ എന്തൊക്കെ പ്രലോഭനങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ പ്രകോപനങ്ങൾ ഉണ്ടായാലും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അതിലൊന്നും വീണുപോകാത്ത നല്ല 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 എല്ലാ സിഫത്തുകളുമൊത്ത നല്ലൊരു ആബിദായ മനുഷ്യൻ. ആ മനുഷ്യൻ ഇങ്ങനെ ജീവിച്ച് നല്ല റാഹത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരിക്കൽ ഒരു പെണ്ണ്, നാട്ടിലെ ഏറ്റവും മോശക്കാരിയായ ഒരു പെണ്ണ്, ആ പെണ്ണ് തന്റെ വേലക്കാരനെ വിട്ടിട്ട് പറഞ്ഞു, ഇന്ന വീട്ടില് ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ സാക്ഷി നിന്നാലേ ആ വിഷയത്തിന് പരിഹാരം കാണും. അതുകൊണ്ട് മധ്യസ്ഥതയ്ക്ക് വേണ്ടി നിങ്ങളെ വിളിക്കാൻ, നിങ്ങൾ പറഞ്ഞാലേ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുള്ളൂ. പാവം, ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? പച്ചവെള്ളം വായിലൊഴിച്ചിട്ട് ചവക്കാൻ പറഞ്ഞാലും ചവക്കും. അങ്ങനെയുള്ള ആളുകളാണ്. അതുകൊണ്ട് പറ്റിക്കാൻ എളുപ്പം പലർക്കും. തട്ടിപ്പ് വീരന്മാരുണ്ട്, പണം തട്ടുന്ന ആളുകൾ. ഏറ്റവും കൂടുതൽ പറ്റിക്കുന്ന ആരെയെന്നറിയോ? മുസ്ലിയാക്കന്മാരെയാണ്. എന്താ കാര്യം എന്നറിയോ? ഇങ്ങോട്ട് താടാന്ന് പറഞ്ഞ് മുണ്ടും മടക്കി കുത്തിയിട്ട് നട റോഡിൽ ഇറങ്ങൂല. മുസ്ലിയാക്കന്മാർക്ക് ചില ലിമിറ്റ് ഉണ്ട്. മുസ്ലിയാക്കന്മാർക്ക് സാധാരണ റോഡിലിറങ്ങിയിട്ട് മറ്റുള്ളവന്റെ ഉടുപ്പ് കുത്തിനു പിടിച്ചിട്ട് പൈസ വാങ്ങാൻ പറ്റൂലല്ലോ. അപ്പൊ പറ്റിക്കാൻ എളുപ്പമുള്ളത് മുസ്ലിയാക്കന്മാരെയാണ്. അപ്പൊ മുസ്ലിയാക്കന്മാരെ ചാക്കിട്ട് പറ്റിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ എന്നതുപോലെ ചില പാവങ്ങളുണ്ട്, ഈ പാവങ്ങളെ പറ്റിക്കാൻ എളുപ്പമാണ്. അങ്ങനെ ഈ പാവപ്പെട്ട ആബിദായ മനുഷ്യനടുത്ത് വന്നിട്ട് പറഞ്ഞു, വിഷയത്തിൽ പരിഹാരം നിങ്ങൾ കാണണം, അതുകൊണ്ട് നിങ്ങൾ വരാൻ പറഞ്ഞു. പാവം കൂടെ ചെന്നു. നേരെ ചെന്നപ്പോ ഈ വീട്ടിലോട്ട് കേറുമ്പോൾ ഈ സേവകൻ ഓരോ വാതിലുകളും അടച്ചു. ഓരോ വാതിലുകളും അടച്ച പാവപ്പെട്ട ആബിദായ മനുഷ്യന് ആ വീടിന്റെ നടുത്തളത്തിലായ സുബ്ഹാനല്ലാഹ് നോക്കുമ്പോ നാട്ടിലെ മോശക്കാരിയായ പെണ്ണിന്റെ വീടാ. ആ പെണ്ണിനോട് ചോദിച്ചു, പെണ്ണെ എന്നെ വിളിച്ചതെന്തിനാണ്? ഒരു വിഷയത്തിന്റെ രമ്യതയ്ക്ക് വേണ്ടിയാണ്, ഒരു വിഷയത്തിന്റെ മധ്യസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ സമയത്താണ് ആ പെണ്ണ് പറഞ്ഞു, വല്ലാഹി മാ ദഅഉതു ലിശഹാദ
മധ്യസ്ഥതയ്ക്ക് വേണ്ടിയിട്ടല്ല നിങ്ങളെ ഞാൻ വിളിച്ചത്. വലാകിൻ ദഅഉതു ലിതഖഅലയ്യ, എന്റെ ശരീരത്തിന്റെ ദാഹമൊന്ന് തീർത്തു തരുവോ, എന്റെ ശരീരത്തിന്റെ മോഹമൊന്ന് തീർത്തു തരുവോ, എന്റെ ശരീരത്തോട് നിങ്ങളൊന്ന് ഒട്ടി നിൽക്കുമോ, അതിനു വേണ്ടിയിട്ടാ നിങ്ങളെ ഞാൻ ക്ഷണിച്ചത്. ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല ഇല്ല, എനിക്കതിന് കഴിയില്ല, നിഷിദ്ധമാക്കപ്പെട്ടതാ, അല്ലാഹു ഹറാമാക്കിയതാണ്, അല്ലാഹു നിഷിദ്ധമാക്കിയതാണ്. നിന്നെ നോക്കുന്നത് പോലും എനിക്ക് വെറുപ്പാണ് പെണ്ണ്, നിന്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ തന്നെ എനിക്ക് പേടിയാണ്, എന്റെ കണ്ണുകൾ കൊണ്ട് ചെയ്യുന്ന പാപമാണ് മോളെ, എനിക്കതിന് കഴിയില്ല. നിന്നോട് സംസാരിക്കാൻ ഞാനില്ല, കാരണം എന്റെ നാവ് കൊണ്ട് ചെയ്യുന്ന പാപമല്ലേ പെങ്ങളെ, എന്നെ വിടുവോ, എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തുവോ. ആ സമയത്താണ് ആ പെണ്ണ് പറഞ്ഞു, എന്തേ? ആ പെണ്ണ് പറഞ്ഞു, ഇല്ല, നിങ്ങളെ വിടില്ല. ഒന്നുകിൽ നിങ്ങൾ എന്റെ ശരീരത്തിന്റെ ദാഹം തീർക്കുക, അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന കുപ്പിയിൽ നിന്ന് അല്പ കള്ളൊഴിച്ച് നിങ്ങളൊന്ന് കുടിക്കുക, അതുമല്ലെങ്കിൽ നിങ്ങൾ ഈ ഇരിക്കുന്ന കുട്ടിയെ നിങ്ങൾ കൊല്ലുക. ഇത് മൂന്നിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്തേ മതിയാവുകയുള്ളൂ. സഹോദരങ്ങളെ, ചിന്തിക്കണേ, ഒരിക്കലും ഒരു കുട്ടിയെ കൊല്ലാൻ ഒരാള് തയ്യാറാവൂല, അതുപോലെ തന്നെ കള്ളു കുടിക്കില്ല, അറിയാ. പക്ഷേ ആ പെണ്ണ് കരുതിയത് എന്താണ്? ആ പെണ്ണ് കരുതിയത് ഈ നിമിഷത്തിൽ മൂന്ന് അവസരങ്ങൾ കൊടുക്കുമ്പോ, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുമ്പോ, അതിൽ ഏതെങ്കിലും ചെറിയ ഒരു കാര്യം ഏറ്റെടുക്കൂ, അത് തന്റെ ശരീരത്തിന്റെ ദാഹം തീർക്കലാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ പെണ്ണ് പറഞ്ഞു, ഒന്നുകിൽ എന്നോടൊപ്പം കിടക്കുക, അല്ലെങ്കിൽ കള്ളു കുടിക്കുക, അല്ലെങ്കിൽ ഇരിക്കുന്നവനെ കൊല്ലുക. നിങ്ങളെ വന്ന് വിളിച്ചവനവനല്ലേ, ഇവനെ നിങ്ങൾ അങ്ങ് കൊന്നേക്കെന്ന് പറഞ്ഞു. ആ സമയത്ത് മഹാനായ ആബിദായ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയോ? ആബിദായ മനുഷ്യൻ ഇങ്ങനെ ചിന്തിച്ചു, രക്ഷപ്പെടാ മാർഗമില്ല, രക്ഷപ്പെടാ വഴികളൊന്നുമില്ല, അവളെ ഒട്ടും വിടുന്ന മട്ടുമില്ല. ആ സമയത്ത് ആബിദായ മനുഷ്യൻ എന്ത് പറഞ്ഞെന്നറിയോ? ഈ പാപം എന്ത് ചെയ്തു? ഞാൻ കൊല്ലില്ല. കാരണം എന്തേ? എന്നെ വന്ന് വിളിച്ചു കൊണ്ടുവന്നത് നിന്റെ പ്രലോഭനത്തിലാ, അതുകൊണ്ട് പാവപ്പെട്ടവനെ കൊല്ലേണ്ട ആവശ്യമില്ല. പിന്നെ രണ്ടാമത് നിന്റെ ശരീരത്തിലേക്ക് ഞാൻ വീഴുക ഒരിക്കലുമില്ല, എനിക്കതിന് കഴിയില്ല പെണ്ണ്. അതുകൊണ്ട് ആ കുപ്പയിൽ നിന്ന് ഒരൽപ്പ കള്ള് നീ ഒഴിച്ചു തന്നോ, കുടിച്ചിട്ട് ഞാൻ അങ്ങ് പൊക്കോളാ, പിന്നെ എന്നെ നിർബന്ധിക്കല്ലേ എന്ന് പറഞ്ഞു. സഹോദരാ, ആ പെണ്ണ കുപ്പയിൽ നിന്ന് ചെറിയ കപ്പിലേക്ക് വെള്ളം പകർന്നു, മദ്യം പകർന്ന് ആ കൈവെള്ളയിലേക്ക് വെച്ചു കൊടുത്തപ്പോ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ച ആബിദായ മനുഷ്യനങ്ങ് കുടിച്ചത്രേ. അല്ലാഹുവേ, ആ മനുഷ്യനങ്ങ് കുടിച്ചു. ആ കുടിച്ച മാത്രയിൽ ആ മനുഷ്യൻ വീണ്ടും പറഞ്ഞത്, അല്പം കൂടി ഒന്നൊഴിക്കുവോ? അല്പം കൂടി ഒഴിച്ചു കൊടുത്തു. വീണ്ടും പറഞ്ഞു, അല്പം കൂടി ഒഴുക്കി. അങ്ങനെ ആ കുപ്പിക്കകത്തുള്ള മുഴുവൻ മദ്യവും അകത്താക്കി. ആ സമയത്തെ സഹോദരാ ബോധം പോയി. ആ സമയത്ത് ആ മനുഷ്യന്റെ ഉള്ളിലുള്ള വിലായത്തിന്റെ പുറവി നഷ്ടപ്പെട്ടു, ഈമാന്റെ പവർ പോയി. കാരണം എന്തേ? ഈമാനുള്ള അവസ്ഥയിൽ ഒരിക്കലും മദ്യപിക്കില്ലല്ലോ എന്ന് പറഞ്ഞാലും മദ്യപിക്കുമ്പോ കമീസ് ഊരപ്പെടും പോലെ, കൊട പോലെ അവന്റെ ഈമാൻ മാറുമല്ലോ. ആ സമയത്ത് ആ പെണ്ണിനെ നോക്കി, ഈമാനില്ലാത്തവന് പിന്നെ എന്തിനെയാ പേടിക്കുക? ആ പെണ്ണിനോട് നോക്കി, ആ പെണ്ണിന്റെ ശരീരത്തിന്റെ ആകാര സൗട്ടവം കണ്ണിലുടക്കി. ചുരുക്കത്തിൽ ആ പെണ്ണിനെ അങ്ങ് വ്യഭിചരിച്ചു. അല്ലാ, പ്രശ്നം രൂക്ഷമാണ്. ആ സമയത്ത് വിളിച്ചു കൊണ്ടുവന്ന ചെറുപ്പക്കാരനെ കണ്ടു, അയാള് പടഞ്ഞു. ആ സമയത്ത് ആ ആബിദായ മനുഷ്യനവനെ കൊല്ലേണ്ടി വന്നു. നോക്കണേ സഹോദരങ്ങളെ, കഥക തുറന്ന് പുറത്തിറങ്ങുമ്പോ 3 തെറ്റുകളും അങ്ങ് ചെയ്തില്ലേ? എന്താ കാര്യമെന്നറിയോ? ആ പെണ്ണിനെ വ്യഭിചരിക്കാനും ആ ചെറുപ്പക്കാരനെ കൊല്ലാനും ഈ ആബിദായ മനുഷ്യനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഉള്ളിലേക്ക് പോയ മദ്യത്തിന്റെ തുള്ളികളായിരുന്നു. സമാനമായ ദശക്കണക്കിന് ചരിത്രങ്ങളുണ്ട്. പക്ഷെ ചിന്തിച്ചു നോക്കേണ്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ആബിദായ മനുഷ്യൻ പോലും കൊലപാതകമെന്ന വലിയ ഗുരുതരമായ തെറ്റ് ചെയ്തത്, വ്യഭിചാരമെന്ന് പറയുന്ന മ്ലേച്ഛമായ പ്രവർത്തനം ചെയ്തത് ഈ മദ്യത്തിന്റെ പേരിലാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഇജ്തനിബുൽ ഖംറ, കള്ള് നിങ്ങൾ വെടിയണേ, ഫഇന്നഹാ ഉമ്മുൽ ഖബായിസി,
അതെല്ലാ തെറ്റിന്റെയും മാതാവാണ്. എല്ലാ തെറ്റിന്റെയും മാതാവാണ്. ആയിഷ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു മക്കയിൽ. ആയിഷ പ്രായമൊത്തിരിയായി. അദ്ദേഹം ഒരു ദിവസം പ്രായാധിക്യമെന്ന് അദ്ദേഹത്തിന്റെ ശരീരശാസ്ത്രം പറയുന്നത് പുരികമെല്ലാം കണ്ണിനെ മറയ്ക്കുന്ന അവസ്ഥയായി എന്ന് പറഞ്ഞാൽ, പ്രായമുള്ള ആളുകളെ കണ്ടിട്ടില്ലേ, തൊലിയൊക്കെ താഴോട്ട് ചുരുണ്ട് ഈ കണ്ണ് മറയുന്ന നിലയിൽ പുരികം താഴോട്ട് വന്നു, എല്ലാ രോമങ്ങളും നരച്ചു. ആയിഷ അയാള് ഒട്ടകക്കട്ടിലിന്റെ പുറത്തിരിക്കാൻ, ഒട്ടകക്കട്ടിലിന്റെ പുറത്തിരിക്കുന്ന അയാളെ ഒട്ടകം തെളിക്കുന്ന ആള് തെളിച്ചുകൊണ്ട് നേരെ വന്നു. പാതി വഴിയിൽ വെച്ച് ഒരാള് ചോദിച്ചു, ആയിഷ നീ എങ്ങോട്ടാ? ഇലായി നീ എങ്ങോട്ടായി പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ മദീനയിലേക്ക് പോവാൻ. എന്താ മദീനയിൽ വിശേഷം? എനിക്ക് മുസ്ലിം ആകണം. അവൻ പറഞ്ഞു, നീ മുസ്ലിം ആവുകയോ? ഇത്രയും നാള് നമ്മൾ ഒരുമിച്ചല്ലേ മുഹമ്മദിനെ തെറി വിളിച്ചത്? ഇത്രയും നാള് പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് നമ്മൾ ഒരുമിച്ചല്ലേ? ഇപ്പൊ നീ മുസ്ലിം ആവാൻ പോവുകയാണെന്നോ? എടാ 5 നേരം നിസ്കരിക്കേണ്ടി വരും, നിനക്ക് പറ്റുമോ? ആ സമയത്ത് ആയിഷ ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? കേട്ടോളി. ആയിഷ ചോദിക്കാണ്, എടാ അള്ളാഹുവിന് വേണ്ടി ഒന്ന് കുനിഞ്ഞു നിവർന്നു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, നിസ്കരിക്കണം, ശരീരം അള്ള തന്നതാ, അവന്റെ മുമ്പിൽ ഒന്ന് വണങ്ങണം എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, കൊള്ളാം, നോമ്പ് പിടിക്കേണ്ടി വരും. പകല് റമദാനില് പകല് മുഴുവനും പട്ടിണി കിടക്കണം പറ്റുമോ? പകല് പട്ടിണി കിടന്നാൽ എന്താ? ഇത്രയും നാളെ ഞാൻ നന്നായിട്ട് കഴിച്ചില്ലേ മോനെ, ഇനിയെങ്കിലും ഒന്ന് നന്നാവണ്ടേ, അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു പോവാൻ. രക്ഷയില്ല. കൂട്ടുകാരൻ പറഞ്ഞു, പിന്നെ നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് 2.5% പിടിച്ചു പറിച്ച് മുഹമ്മദ് ആ പാവങ്ങൾക്ക് കൊടുക്കും. അതിനെന്താ പിടിച്ചു പറിക്കേണ്ട അവസ്ഥ എന്താ? നമ്മൾ കൊടുക്കേണ്ട 2.5% പാവങ്ങൾക്കുള്ള അവകാശമാണ്. കപ്പലണ്ടി വാങ്ങി അതുപോലെ തിന്നൂല, തൊലി കളയും. തൂക്കം കപ്പലണ്ടി കൂടെ ഒരുമിച്ചല്ലേ. കോഴി വാങ്ങിക്കൊണ്ട് വന്നാൽ അതിന്റെ തോല് കളയും, അതിനകത്തിരിക്കുന്ന കുടല് കളയും, എന്നിട്ടാണ് നമുക്ക് തരുന്നത്. അല്ല, കോഴിക്കൊരു വിലയാണ്. അതിന്റെ കുറച്ച് ഭാഗം നമ്മൾ കളയും, അത് അഴിക്കാൻ. ആടിനെ വാങ്ങിച്ചാൽ ആടിന്റെ കുടല്, അതിനകത്തിരിക്കുന്ന സാധനം കളയും, അതിന്റെ തോല് കളയും. ഇനി ആടാണ് പള്ളിയിൽ നിന്ന് ലേലം വിളിച്ചെടുത്തെന്നും പറഞ്ഞിട്ട് ഈ രോമത്തോടുകൂടി ആരെങ്കിലും വേവിക്കുവോ? ഇല്ല. അപ്പൊ അത് കളയേണ്ടത് കളയണം. എന്നാൽ ഈ രോമം കളഞ്ഞിട്ടാണോ, ഈ തോല് കളഞ്ഞിട്ടാണോ വിൽക്കുന്നത്? അല്ല. അപ്പൊ അതിന്റെ കുറച്ച് ഭാഗം കളയണം. മരിച്ചീനി വാങ്ങിക്കൊണ്ടുവന്നു. ഈ മരച്ചീനി നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നാൽ അതോടെ ഇട്ട് നമ്മൾ വേവിക്കില്ല, അതിന്റെ തൊലി കളയുന്നു. ഓറഞ്ച് അതിന്റെ അതിന്റെ തൊലി കളയുന്നു, എന്നിട്ടാ കഴിക്കുന്നത്. തൊലി കളഞ്ഞിട്ടല്ല നമുക്ക് തൂക്കി തരുന്നത്. അപ്പൊ കുറച്ച് നമ്മൾ കളയണം, അത് അഴുക്കാൻ. അതുകൊണ്ട് സമ്പത്തിന്റെ 2.5% അഴുക്കാണ്, അത് കളയണം, ബാക്കി പരിശുദ്ധമാകും എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ അയാൾ ഉപദേശിച്ചു. അത് തെറ്റല്ലല്ലോ എന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞ് ഇയാളെ തിരിച്ചുവിടാനാ? ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ പോകുമ്പോ ഹിദായത്തിന് വഴി തടസ്സം നിൽക്കുകയാണ് ആളുകൾ. അവസാനം പറഞ്ഞു, ഒരൊറ്റ കാര്യം പറയാം, എടാ ഇനി വ്യഭിചരിക്കാൻ പറ്റൂല, നിനക്ക് പഴയതുപോലെ വ്യഭിചാരത്തിന് പോകാൻ പറ്റൂല. അപ്പൊ ആയിഷ ചോദിച്ചെന്താണെന്നറിയോ? ഇത്രയും പ്രായമായി ഈ മുതുക്കായി എനിക്കിനി എന്ത് വ്യഭിചാരം? ആ സമയത്ത് എന്ത് പറഞ്ഞിട്ടും നിവർത്തിയില്ല. അവസാനം മദീന ലക്ഷ്യമാക്കിയിട്ട് ഒട്ടകം നടന്നു പോവുകയാ. ഒട്ടകത്തിന്റെ പുറത്തിരിക്കുന്ന ഒട്ടകക്കട്ടിലിരിക്കുന്ന ആയിഷയോട് താഴെ നിന്നുകൊണ്ട് കൂട്ടുകാരൻ പറഞ്ഞു, സഹോദരാ, ഇനി നിനക്ക് മദ്യപിക്കാൻ കഴിയില്ല. ഇത് കേൾക്കേണ്ട താമസം ആയിഷ പറയുകയാണ്, ഒരു തുള്ളി കള്ളു കുടിക്കാത്ത ജീവിതം എനിക്കുണ്ടോ? തിരിച്ചുവിടടാ വണ്ടി, ഞാനിനി പോകുന്നില്ല. പെട്ടെന്ന് തന്നെ ഒട്ടകത്തെ തെളിക്കുന്നവന് പെട്ടെന്ന് ഒട്ടകത്തെ തിരിച്ചു. മക്കയിലേക്ക് തന്നെ തിരിച്ചു, മദീനത്ത് പോയില്ല. ഈ മക്കയിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് ഒട്ടകത്തെ പെട്ടെന്ന് തിരിച്ചപ്പോൾ ഒട്ടകക്കട്ടില് താഴെ വീണു. ആയിഷ പെടലി തറയിൽ ഇടിച്ചിട്ട് കഴുത്തൊടിഞ്ഞ് ചത്തുപോയി. നോക്കണേ, റബ്ബിന്റെ ഹിദായത്തിന്റെ പാടയിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ ചെന്ന് ഈമാൻ കരസ്ഥമാക്കിയിട്ട് സ്വർഗത്തിന്റെ ഉന്നതമായ സോപാനത്തിലെത്തേണ്ട ആയിഷ ചത്തൊടുങ്ങിയിട്ട് നരക കുണ്ടിലേക്ക് ആപതിച്ചു പോകാൻ കാരണമെന്ത്? പലിശയല്ല, വ്യഭിചാരമല്ല, നിസ്കാരമല്ല, നോമ്പല്ല, സക്കാത്തല്ല, ഹജ്ജല്ല, പിന്നെയോ ഒരു
ഒരു തുള്ളി കള്ളിനി പാനം ചെയ്യാൻ കഴിയില്ല എന്ന ആ ഒരു പരിഭവമാണ് സഹോദര. ഇങ്ങനെ ഒരു അവസ്ഥ മനുഷ്യന് വരുന്നത് എന്തുകൊണ്ടാ? അള്ളാന്റെ ഖുർആനിൽ റിജ്സ് എന്ന് പറഞ്ഞത് ഒന്ന് വിഗ്രഹാരാധനയ്ക്ക്, റിജ്സ് എന്ന് ഖുർആൻ പറഞ്ഞത് ഒന്ന് വിഗ്രഹാരാധനയ്ക്ക്, രണ്ട് മദ്യത്തിന്, മദ്യപാനത്തിന്. അതുകൊണ്ടാണ് അള്ളാന്റെ റസൂല് പറഞ്ഞു, മദ്യപിച്ച് തൗബ ചെയ്യാത്ത മരിക്കുന്ന ഒരു മനുഷ്യൻ നാളെ റബ്ബിനെ കണ്ടുമുട്ടുന്നത് കആബിദി വസനി, വിഗ്രഹാരാധകനെ പോലെയാണെന്ന് ത്വഹാ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്റെ വാള് കേൾക്കുന്ന ആണായാലും പെണ്ണായാലും തീരുമാനമെടുത്തോളി, നമുക്ക് ഇൻഷാ അല്ലാഹ് കൂടി നിർത്താം. മദ്യപാനം അവസാനിപ്പിച്ചിട്ട് മനുഷ്യനാകാം പറ്റൂല എന്നാരാ പറഞ്ഞത്? മദ്യപാനം നിർത്തിയിട്ട് പിന്നീട് മദ്യത്തിന്റെ പേരെഴുതി കാണിച്ചാൽ വോമിറ്റ് ചെയ്തിട്ട് അതിനോട് പൂർണ്ണമായി വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന നൂറുകണക്കിന് ആളുകളെ പരിചയമുണ്ട്. പറ്റും സഹോദരങ്ങളെ, നിങ്ങളൊന്ന് തീരുമാനമെടുക്ക്. നിങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്നവരൊക്കെ കുടിയന്മാരെന്ന അർത്ഥത്തിലല്ല ഞാൻ പ്രസംഗിക്കുന്നത്. നിങ്ങളെന്ന് പറയുന്നത് ഖുർആൻ നമ്മോട് പറയുന്ന ആ ഒരു അവസ്ഥ അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ആരും കുടിക്കണ്ട, നമുക്ക് അള്ളാഹു തരും. അങ്ങനെയാണല്ലോ ഇപ്പൊ നാസ്തികവാദികൾ കളിയാക്കുന്നത്. നിരീശ്വരവാദികൾ പറയാ കുറെ പെണ്ണുങ്ങളുണ്ട്, വ്ളോഗർമാര്, കുറെ യൂട്യൂബർമാര് ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയിരിക്കാൻ പുതിയ 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 അവതാരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കളിയാക്കുന്നത് എന്താണ്? സ്വർഗത്തില് കള്ളാറ് കൊടുക്കും. സ്വർഗത്തിലാണോ? സ്വർഗത്തില് കള്ളാറല്ല തരും. കള്ളാറ് മാത്രമല്ല മോളെ, തേനാറുണ്ട്, പാലാറുണ്ട്. അള്ളാഹുവിന്റെ സ്വർഗത്തിലും 4 ആറുകളാ ഉള്ളത്. അതിൽ 1 സാധാരണ ഒഴുകുന്ന വെള്ളം, 2 പാലാറ്, 3 തേനാറ്, പിന്നെ അല്ല തരുന്നത് കള്ളാറ. അതുകൊണ്ട് ഇവിടെ കുടിക്കാത്തവർക്ക്, ഇവിടെ വേണ്ടെന്ന് വെച്ചവർക്ക് നാളെ അള്ളാഹു തരുന്നത് വനഹാറുൻ മിൻ ഖംറിൻ ലദ്ദത്തിൽ ശാരിബീ. അള്ളാഹു തരുന്നത് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിലും മസ്ത് വരാത്ത കള്ള് നമുക്ക് തരുമെന്ന. പക്ഷെ ഇവിടെ കുടിച്ചവരെ നാളെ നിങ്ങളെ കിടത്തുന്നത് നരകമാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ, ഈ വിഷയം ഞാൻ പറഞ്ഞവസാനിപ്പിക്കുകയാ. അള്ളാന്റെ ഹബീബ് പറയുകയാണ്, ഇവിടെ മദ്യപിച്ചവന് നാളെ പരലോകത്തല്ല കൊടുക്കുന്നത് എന്തെന്നറിയോ? അള്ളാന്റെ റസൂല് പറയുന്ന സഖാഹുല്ലോ മിൻ നഹ്രിൽ ഗൗതാ, നഹ്രിൽ ഗൗതത്തിൽ നിന്ന് അല്ലാഹു അവന് കുടിക്കാൻ കൊടുക്കുമെന്ന. സഹാബത്ത് ചോദിച്ചു, വമാ നഹ്റുൽ ഗൗതത്തി യാ റസൂലല്ലാഹ്, എന്താ മദ്യപാനിക്ക് നരകത്തിൽ കൊടുക്കുന്ന നഹ്റുൽ ഗൗതത്ത്? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? നഹ്റുൻ യഖ്റുജു മിൻ ഫുറൂജിൽ മൂമിസാ, വ്യഭിചാരിണികളായ സ്ത്രീകളുടെ രഹസ്യ അവയവത്തിൽ നിന്ന് ഒഴിച്ചിറങ്ങുന്ന വെള്ളമത്രേ, ശരീരത്തിൽ വരുന്ന ചീഞ്ചലമത്രേ. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നാളെ അത് പാനം ചെയ്യേണ്ടി വരുമെന്ന. വീണ്ടും അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഖാഹുല്ലാഹു മിൻ തീനത്തിൽ ഖബാൽ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നാളെ തീനത്തുൽ ഖബാലിൽ നിന്ന് കുടിപ്പിക്കുമത്രേ. എന്താ തീനത്തുൽ ഖബാൽ? വമാ തീനത്തുൽ ഖബാൽ യാ റസൂലല്ലാഹ്, എന്താണ് തീനത്തുൽ ഖബാൽ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇർഖു അഹ്ലിന്നാ, നരകാവകാശികളായ ഫിർഔൻ അടക്കമുള്ള, ഖാറൂൻ അടക്കമുള്ള, ഹാമാൻ അടക്കമുള്ള, നമ്രൂദ് അടക്കമുള്ള അള്ളാഹുവിന്റെ കത്തിയാളുന്ന നരകത്തിലേക്ക് കടന്നുപോയ സത്യനിഷേധികളുടെ ശരീരത്തിൽ നിന്ന് വരുന്ന വിയർപ്പാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കുടിക്കണോ മുസ്ലിമേ? വേണ്ട. അള്ളാഹു നിനക്ക് തന്ന ഈമാൻ ഉണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടു പോകുന്ന മദ്യപാനത്തിൽ നിന്ന് മാറി നിന്നോ. ഞാൻ ആ വിഷയം അവസാനിപ്പിക്കുകയാ. മരിക്കുമ്പോ ഈമാനോടെ മരിക്കുക എന്ന വലിയ ഒരു ഭാഗ്യം കിട്ടണമെങ്കിലും മദ്യപിക്കാതിരിക്കുക, ജീവിതത്തിൽ അതിനോട് വിട പറയുക. മദിരാശിക്ക്, മദ്യത്തിന്, കഞ്ചാവിന് അടിമപ്പെട്ടു പോകുന്ന ഒരു തലമുറ. ചെറുപ്പക്കാരാ, മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാ, ഇന്നലെയും മരണപ്പെട്ടവര് ഇന്നും മരണപ്പെടുന്നത്. ജീവിതത്തിൽ നമ്മളെ കണ്ട്, ജീവിതത്തിൽ നമ്മൾ പല അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് അനുഭവങ്ങളിൽ നിന്ന് പാഠം
ഉൾക്കൊള്ളുകൊണ്ട്, ഇന്നലകളുടെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നാളത്തെ ഭാസുരതയ്ക്ക് വേണ്ടി ഇന്നത്തെ ദിവസത്തെ നന്നാക്കുക. അങ്ങനെ നന്നാക്കുമ്പോ നീ മരിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. മാ തഖ്റുജു ഫീഹി മിനദ് ദുനിയാ ഇലല്ലാഹി മുഅ്മിനാ. ദുനിയാവിൽ നിന്ന് ഈമാനോടെ മരണപ്പെട്ടു പോകുന്ന ദിവസമേതാ? അതാണ് നിന്റെ ഖൈറുൽ അയ്യാം, ഏറ്റവും നല്ല ദിവസം. അള്ളാഹു അത് ഈമാൻ നിലനിർത്തി, ഈമാന്റെ ഇസ്തിഖാമത്തിൽ, യഖീനിൽ അള്ളാഹു കാമിലായ നിലയിൽ ഈമാനോട് മരണപ്പെടാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. സഹോദരങ്ങളെ, ഞാൻ ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് ബക്കറ്റ് എടുക്കാം ഇൻഷാ അല്ലാഹ്. ആരും പോകൂല. രണ്ടാമത്തേത് ചുരുക്കി പറയാൻ രണ്ടാമത്തേത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് ചോദിച്ചു, മാ ഖൈറു ശുഹൂർ, ഏറ്റവും നല്ല മാസം ഏതാണ്? മഹാനവറുകളും ലോകത്തുള്ള മുഴുവൻ ആളുകളും മറുപടി പറയുന്നത് ഷഹ്റു റമളാൻ, അത് റമളാനാണ്. ദാ വരാൻ പോകുന്നു ഒരു മാസം കൂടി നമ്മുടെ മുന്നിൽ, ഒരൊറ്റ മാസം കൂടി നമ്മുടെ മുന്നിൽ അള്ളാഹു തന്നിട്ടുണ്ട്. ഒരു പൈലറ്റായി ശഅബാനിന്, അത് കഴിഞ്ഞ റമളാനായി. നമുക്ക് എന്തൊരു വിഷമമാണെന്നറിയോ റമളാൻ വരുമ്പോ. റമളാന് പിറ കാണുന്നതിന്റെ അന്ന് മഗ്രിബ് കഴിഞ്ഞ് പിറ കാണാൻ വേണ്ടി ഇരിക്കുമ്പോ പലരും പറയുന്നൊരു വാക്കുണ്ട്, ഇന്ന് കാണാതിരുന്നാൽ മതിയായിരുന്നു. കാരണം തയ്യാറെടുപ്പുകളൊന്നും നടത്തിയില്ല. വീട്ടിൽ സാധനം വാങ്ങിയില്ല, വീടിന്റെ നമസ്കാരത്തിന്റെ ആവശ്യമായ വസ്തുക്കളൊന്നും കഴുകിയിട്ടിട്ടില്ല. എന്റെ പൊന്നു സഹോദരങ്ങളെ, റബീഉൽ അവ്വലിന് മുമ്പ് എവിടെയെങ്കിലും അല്ലാഹു തആല അതിന് മുമ്പ് 2 മാസം നമുക്ക് ഓർമ്മപ്പെടുത്താൻ തന്നിട്ടുണ്ടോ? ദുൽഹിജ്ജ എന്ന് പറയുന്ന ഹജ്ജ് മാസത്തിന്റെ ഏതെങ്കിലും അതിന് മുമ്പിലുള്ള മാസം നമുക്ക് ഓർമ്മപ്പെടുത്താൻ തന്നോ? ഇല്ല. റമളാൻ എന്ന് പറയുന്ന മാസത്തിന്റെ മുമ്പ് 2 മാസങ്ങൾ അള്ളാഹു റമളാനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി നമുക്ക് തന്ന റജബും ശഅബാനും. എന്നിട്ട് നമ്മൾ പറയാണ് തയ്യാറെടുപ്പുകളും നടത്തിയിട്ടില്ല. ഈ മനുഷ്യരുണ്ടല്ലോ, റമളാൻ 29 നോമ്പ് തുറന്നിട്ട് അന്ന് പിറ കാണാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. അന്ന് പിറ കാണാൻ വേണ്ടി ഇരിക്കുമ്പോ ആളുകൾ വിളിക്കാറുണ്ട്, സത് വല്ല സന്തോഷ വാർത്ത ഉണ്ടോ? എന്താ കാര്യം? പെരുന്നാളിന്റെ പിറ കണ്ടോന്നറിയാൻ വേണ്ടിട്ട് നമ്മുടെ ചില അടയാളങ്ങളുണ്ട്. ഇന്ന ആളുകൾ പോത്തറുത്താൽ നാളെ പെരുന്നാൾ ഉറപ്പാണ്. കാപ്പാടുണ്ട് ഒരു സ്ഥലം, അതുള്ളതുകൊണ്ടാണ്. കാപ്പാട് വല്ലതും ഉണ്ടോ? എടാ, ഈ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരുന്ന എങ്ങനെ പിറ കാണും? മലന്ന് നോക്കണ്ടേ? എല്ലാരും മൊബൈലിൽ ഇങ്ങനെ ഇരിക്കാൻ, എവിടെയെങ്കിലും പിറ കണ്ടോന്നറിയാൻ. ആ സമയത്ത് മുനാരത്തിന്റെ മോളിൽ കയറുന്ന മലത്ത് നോക്കിയാൽ പിറ കണ്ടേനെ. ആർക്കും മലന്ന് നോക്കാൻ സമയമില്ല. ഏതോ ഒരുത്തനെ പിടിച്ചിട്ട് കടപ്പുറത്ത് നിർത്തിയിരിക്കാൻ, അവൻ ഇങ്ങനെ മലന്ന് നോക്കി നിൽക്കുന്നു, പിറ കണ്ടോന്ന്. അവന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞു പോയാൽ തീർന്ന് ഇല്ലേ? നമ്മൾ സുന്നത്തായ രീതി എന്ന് പറഞ്ഞാൽ എല്ലാരും പുറത്തിറങ്ങണം. എല്ലാരും പുറത്തിറങ്ങി നമ്മൾ പിറ കാണാൻ പറ്റിയ സ്ഥലം ഏതാണ് അവിടെ പോയി നിന്ന് പിറ കാണണം. അത് സുന്നത്താണ്. അത് കാളിയുടെ ഉത്തരവാദിത്വമല്ല, അത് ഇമാമിന്റെ ഉത്തരവാദിത്വമല്ല. പെണ്ണുങ്ങൾക്കും കാണാം, പക്ഷെ 2 പേര് വേണം കണ്ടു എന്ന് പറയാം. കാരണം വിശ്വസിക്കാൻ പറ്റില്ല, കള്ളികളാ. ആണുങ്ങളാണെങ്കിൽ ഒരുത്തം മതി, ആണാണെങ്കിൽ ഒരുത്തം പറഞ്ഞാൽ മതി, പെണ്ണാണെങ്കിൽ 2 പേര് പറയണം. അപ്പൊ ഈ നിലയിലും നമുക്ക് സുന്നത്തായ കർമ്മമാണ്. ഞാൻ കണ്ടു, അതെ കണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ പെരുന്നാള് പ്രഖ്യാപിക്കും, ഒരു സംശയവും വേണ്ട. ഞാൻ പള്ളിക്കലൊരു പള്ളിയില് പഠനം കഴിഞ്ഞിറങ്ങി 3 വർഷം ജോലി ചെയ്തു. അപ്പൊ അവിടെ ഒരുത്തം വിളിച്ചു പറഞ്ഞു, ഞാൻ പിറ കണ്ടെന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോ ഉണ്ട് കൊട്ടിയം തഴുത്തല കാദിസിയിൽ നിന്ന് ഹൈദരോസ് ഉസ്താദ്, അതുപോലെ കുറെ ആലിമീങ്ങൾ വണ്ടിയും വിളിച്ച് മടവൂര് വന്നിരിക്കുകയാണ് സ്ഥിരപ്പെടുത്താൻ. നോക്കുമ്പോ ഇവൻ മുണ്ടൊക്കെ കൊടുക്കുന്ന ഇങ്ങനെ ആടി നിന്ന യവൻ വിളിച്ചു പറഞ്ഞോട്ടെ ഞാൻ പിറ കണ്ടെന്ന്. യവന് പിറ കണ്ട എങ്ങനെ? യവന് ആകെ കണ്ട നക്ഷത്രമാണ്. കാരണം യവന് ചെവുത്തയില്ലല്ലോ. ഇവൻ കള്ളു കുടിച്ച് എന്നിട്ട് പറഞ്ഞു ഞാൻ പിറ കണ്ടു എന്ന്. ഫോൺ ചെയ്ത് ആരെ പറഞ്ഞു? ഉടനെ മുഴുവൻ ആ ഏരിയയിലുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചു പറഞ്ഞു മടവൂരൊരു ഭാഗത്ത് പിറ കണ്ടിരിക്കാൻ. അത് സ്ഥിരപ്പെടുത്തണ്ടേ? ഇതാരാ കണ്ടത്? ബോധമുള്ളവനാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട വൃദ്ധനായ പണ്ഡിതൻ വണ്ടി പിടിച്ചു വന്നു. ഞാൻ നോക്കുമ്പോൾ പുറത്ത് ഉസ്താദ് നിൽക്കാൻ. ഞാൻ എന്താ ഉസ്താദ് വിശേഷിച്ച്? അപ്പോ എന്നോട് പറഞ്ഞു ഇവിടെ ഒരാള് പിറ കണ്ടെന്ന് പറഞ്ഞത് കാണാൻ വേണ്ടി വന്നതാ. പിറ കണ്ട ആളിനെ കൊണ്ട് വന്നപ്പോ ഉസ്താദ് അതുവഴി ഓടി.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പിറകാണണം. ഈ പരിശുദ്ധമായ റമളാൻ മാസം നമ്മുടെ മുന്നിൽ വരാൻ ഇനി ദിവസങ്ങൾ, ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കവേ ഈ പരിശുദ്ധമായ റമളാൻ നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നാൽ ജീവിതത്തിന്റെ 11 മാസക്കാലം നമ്മൾ ചെയ്തു പോയ അപരാധങ്ങൾ മുഴുവനും അല്ലാഹു തആല സ്ഫുടം ചെയ്തെടുത്ത് കഴുകി ശുദ്ധിയാക്കി ഒരു നവോന്മേഷത്തോടെ ഒരു നവജീവിതം അല്ലാഹു നമുക്ക് തരാൻ വേണ്ടി കിട്ട ഈ പരിശുദ്ധ റമളാൻ വരുന്നത്. അല്ലാഹുവിന്റെ കാരുണ്യം എത്ര വലുതാണ്, എത്ര വലുതാണ്. പരിശുദ്ധ ഖുർആൻ നമുക്ക് ഖത്ം ചെയ്യാൻ എന്തൊരു ബറക്കത്തുള്ളതാണ്. അല്ലാഹുവിനോട് ശുക്ർ ചെയ്യ സഹോദരങ്ങളെ. സ്വിറ്റ്സർലൻഡിലും ഫിൻലാൻഡിലും ഒക്കെ റമളാൻ കഴിഞ്ഞ 2 കൊല്ലത്തിനു മുമ്പുള്ള റമളാനിലൊക്കെ 23 മണിക്കൂറും 5 മിനിറ്റുമാണ് അവർക്ക് നോമ്പ്. 23 മണിക്കൂറും 5 മിനിറ്റും. ബാക്കി 55 മിനിറ്റാണ് അവിടെ രാത്രിയുള്ളത്. ഒന്ന് ചിന്തിച്ചു നോക്ക്. നോമ്പ് ലണ്ടനില് കഴിഞ്ഞ വർഷം 18-19 മണിക്കൂർ. നമ്മക്കോ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ചിലപ്പോ 12 മണിക്കൂർ, അല്ലെങ്കിൽ 11.5 മണിക്കൂർ, ഇല്ലെങ്കിൽ 12.5 മണിക്കൂർ. അതും എങ്ങനെ? സുബഹി നിസ്കാരം കഴിഞ്ഞ് തുടങ്ങുന്ന മഴ തറാവീഹ് ആയാലും തീരൂല. അൽഹംദുലില്ലാ, ഒരു പ്രശ്നവും ഇല്ല, സന്തോഷം. പക്ഷേ ത്യാഗവും കഷ്ടതയും കഷ്ടപ്പാടും വിശപ്പിന്റെ, ദാഹത്തിന്റെ, ക്ഷീണത്തിന്റെ വേദനകളും മനസ്സിലാക്കിയിട്ട് നോമ്പ് പിടിക്കുമ്പോഴാ ആ നോമ്പിന്റെ ചൈതന്യം ഉണ്ടാവുക. ആ റമളാൻ നമുക്ക് തന്നത് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവന് പട്ടിണിയുടെ വേദന തിരിച്ചറിയാനാ, ഒരു നേരത്തെ വെള്ളം കുടിക്കാൻ കഴിയാത്തവന്റെ, ഒരു കിടപ്പാടമില്ലാത്തവന്റെ ഈ വേദനകൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അല്ലാഹു നമുക്ക് തന്ന ഒരു പുണ്യമായ മാസം. നമ്മൾ അറിയുന്നു പാവപ്പെട്ടവന്റെ വേദന, വിശപ്പുള്ളവന്റെ, വെള്ളമില്ലാത്തവന്റെ, കയറി കിടപ്പാടമില്ലാത്തവന്റെ വേദന നമ്മൾ തിരിച്ചറിയുന്നു ഒരു മാസത്തിൽ. അതിനാ അല്ലാഹു റമളാൻ നമുക്ക് തന്നത്. നമുക്ക് തിന്നുകൊണ്ട് സൂഹിക്കാനല്ല. ദാപ്പ ലുലു മാൾ വന്നിട്ടുണ്ട്. ഇനി ഒരു ബഹളമായിരിക്കും. മുമ്പ് പോത്തീസിലായിരുന്നു. സിറ്റി താമസിക്കുന്നവർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? 1 സെന്റിലാ വീട്, 2 സെന്റിലും വീട്, കൂടിപ്പോയ 3 സെന്റ്. അത്രയും വലിയ കോടീശ്വരനാണെങ്കിൽ 5 സെന്റ്. ഈ 1 സെന്റിലും 2 സെന്റിലും വീട് വെക്കുന്നവൻ, പാവപ്പെട്ടവൻ, ഈ മുകളിലൊരു നില കെട്ടും. അവിടെയും 2 ബെഡ്റൂം, 1 ബാത്റൂം, 1 കിച്ചൺ, 1 ചെറിയ ഹാൾ, ഇതൊക്കെ സംഘടിപ്പിക്കും. എന്തിനാണ്? വെളിയിലൂടെ സ്റ്റെയർ ഇട്ട് മുകളിൽ വാടകയ്ക്ക് കൊടുക്കും. 10,000 രൂപ വാടക കിട്ടും. സന്തോഷകരമായി ജീവിക്കാം. അങ്ങനെയാണ് അവിടെ ഉള്ളവർ ജീവിക്കുന്നത്. ഒരു 50% വാടകയ്ക്ക് കിടക്കുന്നവരാണ്. അവർക്ക് അവരുടെ വേസ്റ്റുകൾ കൊണ്ട് കളയാൻ ഒരു നിവൃത്തിയില്ല, ഒരു വഴിയില്ല. പോത്തീസിൽ എന്താ പ്രത്യേകത അറിയോ? ഒരു കീസും കൊണ്ട് കയറിയാൽ, ഒരു കവറും കൊണ്ട് കയറിയാൽ സെക്യൂരിറ്റിക്കാരിങ്ങനെ നിപ്പുണ്ട്. അവര് വാങ്ങും. അവര് പിന്നെ നമ്മുടെ ഒരു ചെറിയ ഒരു സ്ലിപ്പ് തരും. നമ്മളെ ഈ സാധനം വാങ്ങി അവിടുത്തെ സെൽഫിൽ വെക്കും. നമ്മൾ പോയി സാധനം സെലക്ട് ചെയ്ത് സാധനമൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യണം? തിരിച്ചു വരുമ്പോ ഈ തന്ന സ്ലിപ്പ് കൊടുക്കുമ്പോ നമ്മുടെ സാധനം തിരിച്ചു തരും. കാരണം ഈ കൊണ്ടുപോണത് ആരെങ്കിലും വല്ലതും അടിച്ചു മാറ്റി ഇട്ടാൽ അവർക്ക് പേടിയാണ്. പക്ഷെ പോകുന്നവരിൽ ഏറെക്കുറെ എന്താ പോകുന്നതെന്നറിയോ? തലേ ദിവസം വെണ്ടക്കയുടെ ബാക്കി, അമരക്കയുടെ ബാക്കി, ഈ വേസ്റ്റ് എല്ലാം കൂടെ പൊതിഞ്ഞ് റെഡിയാക്കിയിട്ട് കവറിൽ പിടിച്ച് റമളാനല്ലേ നേരെ അങ്ങോട്ട് പോകും. അവിടെ ചെന്ന് നേരെ ചെല്ലുമ്പോ ഈ എണ്ണം വാങ്ങിച്ച നേരത്തെ കൃത്യമായിട്ട് അവിടെ വെക്കും. നേരെ മോളിൽ ചെന്ന് കറങ്ങിയിട്ട് അതോടെ ഇറങ്ങി അങ്ങ് പോകും. വേസ്റ്റ് കളയാൻ ഇറങ്ങുമ്പോ അതവിടെ തന്നെ ഇരിക്കും. ഇപ്പൊ ലുലു മാൾ തുടങ്ങി. ഇനി റമളാനില് എല്ലാവർക്കും സുന്ദരമായിട്ട് എയർ കണ്ടീഷനുള്ള സെൻട്രൽ AC കൃത്യമായി കറങ്ങി നടക്കാം. മഗ്‌രിബിന്റെ സമയമാകുമ്പോ നോമ്പ് തുറക്കാം. അല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര പേജ് ഖുർആൻ ഓതി, എത്ര റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചു, എത്ര തസ്ബീഹുകൾ ചൊല്ലി, എത്ര ദിക്റുകൾ എടുത്തു, എത്ര പാവങ്ങളെ സഹായിച്ചു. ഈ പരിശുദ്ധ റമളാനെ ത്യാഗത്തിന് വേണ്ടി കിട്ട അല്ലാഹു തന്നത്, സുഖിക്കാൻ വേണ്ടി കിട്ടില്ല. സുഖിക്കാൻ 11 മാസവും നമ്മൾ തെരഞ്ഞെടുക്കുമ്പോ ഏത് കാട്ടിലും മേട്ടിലും ഓടിക്കയറുന്ന വാഹനത്തെ ഒരു സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി സർവീസ് ചെയ്ത് കൃത്യമായി ഇറക്കുമ്പോൾ ഇനി ഏകദേശം 10,000 കിലോമീറ്റർ എവിടെ വേണോ ഓടിക്കയറാനുള്ള നിലയിൽ സർവീസ് ചെയ്ത് കൃത്യമായി നമ്മുടെ വണ്ടിയെ ക്ലിയർ ആക്കി തരും പോലെ 11 മാസക്കാലം ഓടിച്ചാടി നടക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മാസക്കാലത്തെ നമ്മുടെ ത്യാഗത്തിലൂടെ ജീവിതത്തെ അല്ലാഹു തആല ക്രമീകരിച്ച് പക്ഷേ
എന്നാൽ ഞാനതല്ല പറയുന്നത്. ഏറ്റവും നല്ല മാസമേതെന്നറിയോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ അകക്കാമ്പ് തൊട്ടറിഞ്ഞ ഹബീബായ നബി തങ്ങളുടെ മരുമകനെ സയ്യിദത്തുനാ ബീബി ഫാത്തിമത്ത സഹറയുടെ പ്രിയതമനെ ഹസൻ ഹുസൈൻ എന്ന സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ യുവകേ, അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ, ഞാനാണ് മദീന, ഞാനാണ് പട്ടണം, ഞാനാണ് ഇൽമിന്റെ പട്ടണം. അതിലേക്ക് കടക്കാനുള്ള ഗേറ്റാണ്, അതിലേക്ക് കടക്കാനുള്ള പ്രവേശന കവാടമാണ് അലി എന്ന് പറഞ്ഞ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഏതാണ് ഏറ്റവും നല്ല മാസമേതെന്നറിയോ? ശഹ്റുൻ ഫീഹി തതൂബു ഇലല്ലാഹി തൗബതൻ നസുഹാ. മോളെ, റമളാനാണ് ഏറ്റവും നല്ല മാസം, ശരിയാ. പക്ഷെ റമളാൻ വന്ന് ശവ്വാലിന്റെ പിറ കണ്ടുപോകുമ്പോ ആ റമളാൻ മാസത്തിൽ നിനക്ക് പശ്ചാത്തപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ശവ്വാലിലാണെങ്കിലും അത് ദുൽഖഅദിലാണെങ്കിലും മുഹറത്തിലാണെങ്കിലും സഫറിലാണെങ്കിലും നീ തൗബ ചെയ്തിട്ടുണ്ടോ? ഏത് മാസത്തിലാ നീ തൗബ ചെയ്തത്? ആ മാസമാണ് ഖൈറു ശുഹൂർ, ഏറ്റവും നല്ല മാസമെന്ന് അലിയുൽ മുർത്തല. അതുകൊണ്ട് നസൂഹായ തൗബ ചെയ്തോ. നസൂഹായ തൗബ ചെയ്യേണ്ട മാസമാണ് റമളാൻ. അല്ല, റമളാൻ അല്ലാത്ത ഏത് മാസവും തന്നെയാണ്. ഒരു റമളാനിൽ മാത്രമല്ല തൗബ ചെയ്യേണ്ടത്, ഏത് മാസത്തിൽ നമുക്ക് തൗബ ചെയ്യാം. പക്ഷേ റമളാന്റെ പ്രത്യേകത ശഹ്റു തൗബ, തൗബയുടെ മാസം എന്നാണ്. ശഹ്റുൽ മഗ്ഫിറ, മഗ്ഫിറത്തിന്റെ മാസം എന്നാണ്. അതുകൊണ്ട് തീരുമാനമെടുത്തോ, റമളാനിൽ ഞാൻ തൗബ ചെയ്ത് മടങ്ങിക്കൊള്ളാം. ഇല്ല പെങ്ങളെ, ആയുസ്സുണ്ടാകുമെന്നറിയോ? പാവപ്പെട്ട ഒരു സഹോദരനാണ്, 5 നേരം നമസ്കരിക്കുന്ന സാത്വികനായ ഒരു മനുഷ്യനാണ്, പാവപ്പെട്ട ഒരു മനുഷ്യനാണ്, 3 മക്കളെ വാപ്പയാണ്. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പെയിന്റ് കടയിൽ ജോലി നോക്കിയിരുന്ന നിസാം എന്ന സഹോദരനാ. സഹോദരങ്ങളെ, ജീവിതത്തിൽ ആരെയും ബുദ്ധിമുട്ടിക്കാത്ത നല്ലൊരു മനുഷ്യനാ. പാവപ്പെട്ട വെമ്പായത്തെ പെയിന്റ് കട തീ പിടിച്ചപ്പോ നമസ്കാരം കഴിഞ്ഞ് താഴേക്ക് വരുമ്പോ പെയിന്റ് കട തീ പിടിക്കുന്നത് കണ്ടിട്ട് ആളുകളെ താഴോട്ടോടുന്നു. പാവപ്പെട്ട നിസാം എന്ന സഹോദരൻ എന്ത് ചെയ്തെന്നറിയോ? നമസ്കാരം കഴിഞ്ഞ് ഒളോടുകൂടി ഇറങ്ങി വന്ന സഹോദരനാ. അദ്ദേഹം ചിന്തിച്ചു, തീയല്ലേ താഴോട്ട് പോയാ മുകളിലോട്ടോടാ. പേടിച്ചു പേടിച്ചു ഓടി ഈ തട്ടിന്റെ മുകളിൽ ചെന്ന് ഷീറ്റിനടിയിൽ ഒളിച്ചിരിക്കുമ്പോ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ തീരുമാനം വന്ന് തീ ആളി പടരുകയാ. ആ പ്രിയപ്പെട്ട സഹോദരന് പെയിന്റിന്റെ ടർപ്പന്റെ അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്ന മറ്റു വസ്തുക്കളുടെ ആ പുക മുഴുവനും ശ്വസിച്ചിട്ട് ആ സഹോദരന്റെ ബോധം പോയി. 1 ഇഞ്ചൊന്നും ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല, ഇരുന്ന് കത്തിപ്പോയില്ല സഹോദരങ്ങള്. ആ പ്രിയപ്പെട്ട സഹോദരന്റെ മയ്യത്തെന്ന് കണ്ടു. സുബ്ഹാനല്ലാഹ്, കാണിക്കാൻ പറ്റുന്ന കോലമല്ല. പക്ഷേ ഏതോ ഒരു ആവശ്യത്തിന് പോലീസിന്റെ ഇൻക്വസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആരോ എടുത്തൊരു ഫോട്ടോ ഞാൻ കാണേണ്ടി വന്നു. റബ്ബേ, ഇങ്ങനെ ഒരു പരീക്ഷണം ആർക്കും വരുത്തല്ലേ അല്ലാ, ആർക്കും വരുത്തല്ലേ അല്ലാ. പടച്ചവനെ, ആർക്കും വരുത്തല്ലേ അല്ലാ. നമ്മുടെ സഹോദരിമാര് ഗ്യാസുമായി എപ്പോഴും ബന്ധപ്പെടുന്നവരാ, പാചകവാതകവുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നവരാ. 1 സെക്കൻഡ് മതി മോളെ, 1 സെക്കൻഡ് മതി. എലി കറണ്ട് വെച്ചിരുന്ന ആ ട്യൂബിലൂടെ ഗ്യാസ് ലീക്ക് ചെയ്തപ്പോ അറിഞ്ഞില്ല. ചായ ഇടുന്നതിന് വേണ്ടിയിട്ട് പാത്രം അടുപ്പത്ത് വെച്ച് കത്തിച്ചപ്പോൾ പൊട്ടിത്തെറിച്ചു പോയ പെങ്ങന്മാരില്ലേ? അല്ല കാക്കട്ടെ, അല്ല നമ്മളെ കാക്കട്ടെ. ആ പ്രിയപ്പെട്ട സഹോദരൻ ഇന്ന് വെമ്പായ ചിറമുക്ക് പള്ളിയിലെ ഖബർസ്ഥാനിലാവുള്ളത്. ആലോചിക്കണേ, മക്കളെ പോറ്റാൻ വേണ്ടി പാടുപെട്ടു പോയ സഹോദരനാ. അല്ല ഷഹീദിന്റെ കൂലി കൊടുക്കട്ടെ, അല്ല ഷഹീദിന്റെ കൂലി കൊടുക്കട്ടെ. എപ്പോഴാ മരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. സഹോദരങ്ങളെ, നല്ല കുളിച്ചിറാഹത്തായി നടന്നവര്, ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചവര്, ഏറ്റവും മുന്തിയ പെർഫ്യൂം അടിച്ചവര്, എനിക്കറിയാം. ഞാനുമാകട്ടെ അഭേദ്യ ബന്ധമുണ്ടായിരുന്ന പലരും മരിച്ചത് എനിക്കറിയാം. അവരുടെ ജീവിതത്തിൽ വർഷങ്ങളോളം ഞാനുമാകട്ടെ ഒരു വലിയ ബന്ധമുണ്ടായിരുന്ന പലരിൽ ചിലര് സഹോദരങ്ങളെ, ഏറ്റവും നല്ല കൂടിയ വസ്ത്രം ധരിക്കുന്നവര്, ഏറ്റവും നല്ല മുന്തിയ പേന ധരിച്ചവര്, ഏറ്റവും കൂടിയ ഷൂ ധരിച്ചവര്, ഏറ്റവും നല്ല പെർഫ്യൂം അടിച്ചവര്, ഏറ്റവും വില കൂടിയ വീട്ടിലിറങ്ങി, ഏറ്റവും നല്ല വാഹനത്തിൽ സഞ്ചരിച്ച് 2.5 വർഷത്തോളം പുറത്തിറങ്ങിയില്ല. കാരണം കോവിഡ് അല്ലേ, താനൊരു രോഗിയാണ്. വീടിന്റെ അകത്തളങ്ങളിൽ കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്,
അവസാനം ഒരാളെയും കാണില്ല. അവസാനം ഒരു ജോലിക്കാരന്റെ കോലത്തിൽ അല്ലാഹു കോവിഡിനകത്ത് കയറ്റി, ആ വൈറസിനകത്ത് കയറ്റി. സഹോദരങ്ങളെ, രോഗം പിടിപെട്ട് ന്യൂമോണിയായി. അവസാനം നല്ല വസ്ത്രം ധരിച്ചപ്പോഴും ടിപ് ടോപ്പായി നടന്നിരുന്ന മനുഷ്യൻ മരിച്ചപ്പോൾ ശരീരത്തിൽ ധരിച്ചിരുന്ന വസ്ത്രമൊന്ന് നീക്കം ചെയ്യാതെ മാലിന്യത്തോടുകൂടി മലവും മൂത്രത്തോടുകൂടി ആ മയ്യത്തിനെ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് ദൂരെ കൊണ്ടുവച്ച് ആരെയും കാണിക്കാതെ നിസ്കരിച്ചത് എന്റെ സഹോദരങ്ങളെ, തുടക്കം മുതലൊടുക്കം വരെ പങ്കാളിയായ ഒരാളാ ഞാൻ. നമ്മൾ സന്തോഷത്തോടെ നടക്കുന്നു. ഇന്ന് നമ്മളെ കെട്ടിപ്പിടിക്കാൻ ആളുണ്ട്, കൈപിടിച്ച് ചേർക്കാൻ ആളുണ്ട്, കൂടെ ചേരാൻ ആളുണ്ട്. പക്ഷേ നമ്മുടെ മരണം എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. ജീവിതത്തിൽ ഓടി വന്ന് നമ്മളെ കവളത്ത് ചുംബനം തരുന്ന പൊന്നുമക്കൾ, നമ്മുടെ ഭാര്യമാര്, നമ്മുടെ ഉമ്മ, നമ്മുടെ പൊന്നു സഹോദരങ്ങൾ, നമ്മളെ മരണപ്പെടുന്നത് കരിഞ്ഞാണോ മുങ്ങിയാണോ ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിൽ ദിവസങ്ങളോളം ആഴ്ചകളോളം ഏതെങ്കിലും പുഴയിൽ കിടന്നിട്ട് കിട്ടിയ ബോഡിയാണോ? മൂക്കത്ത് വിരൽ വെച്ചിട്ട് മൂക്കത്ത് കൈവച്ചിട്ട് മക്കളോടി പോകും. വാപ്പയെന്ന് വിളിച്ച മക്കൾ, നമ്മുടെ നെറുകന്തലയിൽ ചുംബിച്ചവർ, തോളപ്പ് കയറിയിരുന്ന് ആന കളിച്ച മക്കൾ, നമ്മളെ സുജൂദിൽ കിടത്തിയിട്ട് തലയിൽ കയറിയിരുന്ന് കുതിര കളിച്ച മക്കൾ, ആ പൊന്നുമക്കൾ അടുത്തു വരില്ല സഹോദരങ്ങളെ, ദൂരത്തു മാറി നിൽക്കും. ഇത് വരില്ലെന്ന് നിങ്ങൾക്ക് കാണണോ? ഇത് വരില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇത് വരില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എത്ര എത്ര അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുള്ളതാ. അതുകൊണ്ട് സഹോദരാ, ഏത് സമയത്താണ് മരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് റജബ് തീരാറായല്ലോ, ശഅബാനും കൂടെ കഴിഞ്ഞാൽ റമദാൻ മുതൽ ഞാൻ തൗബ ചെയ്ത് നന്നാകാമെന്ന് ചിന്തിച്ച സഹോദരാ, നടക്കില്ല. അല്ലാഹു നമ്മുടെ റൂഹപ്പെടാൻ എടുക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. എപ്പോഴും ദുആ ചെയ്യണം, റബ്ബേ എവിടെ വെച്ചു മരിച്ചാലും, എങ്ങനെ മരിച്ചാലും, ഏത് കോലത്തിൽ മരിച്ചാലും അല്ലാഹുവേ നമ്മുടെ ഈമാൻ ശക്തമായ നിലയിലാക്കി മയ്യത്ത് നമസ്കാരത്തിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന നിലയിൽ മയ്യത്ത് സംസ്കരണത്തിന്റെ എല്ലാ രീതികളും ചെയ്യുന്ന അവസ്ഥയിലല്ലാതെ മരിപ്പിക്കല്ലേ എന്ന് ദ്വാരക്കണേ സഹോദരാ. കോവിഡിന് മുമ്പ് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചോ മയ്യത്ത് കുളിപ്പിക്കാതെ അടക്കുന്ന ഒരു മരണം വരുമെന്ന്? ഇല്ല. നമ്മൾ എത്രയോ കുടുംബക്കാരെ അടക്കി, എത്രയോ സുഹൃത്തുക്കളെ അടക്കി. അതുകൊണ്ട് ചെറുപ്പ വലിപ്പമില്ല. അല്ലാഹു തീരുമാനിച്ച സമയത്ത് മരിക്കും. അതുകൊണ്ട് ഏത് സെക്കൻഡിലാണ് മരിക്കുന്നതെന്നറിയാൻ കഴിയാത്ത നമ്മൾ തൗബ ചെയ്യണമാ. തൗബ ചെയ്യുന്ന മാസമുണ്ടല്ലോ, ശഹ്റുൻ തതൂബു ഇലല്ലാഹി തൗബതൻ നസൂഹാ. തൗബ ചെയ്യുന്ന നസൂഹായ തൗബ ചെയ്യുന്ന മാസം, അതാണ് ഏറ്റവും നല്ല മാസം. അത് റമദാൻ ആകണമെന്നില്ല, അത് ശവ്വാലുമാകാം, അത് റജബുമാകാം. അതുകൊണ്ട് നാളത്തേക്കാക്കല്ല മോളെ. സുബഹിക്ക് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഭർത്താവ് ജോലിക്കിറങ്ങുമ്പോ ഒരു ചായ ഇട്ട് കൊടുക്കാൻ നിന്നെ വിളിക്കും. നിന്നെ കുലുക്കി വിളിക്കും പോലെ ഉണരില്ല. തിരിച്ചും മറിച്ചും നീ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന നിന്നെ തിരിച്ചും മറിച്ചും അയാള് നോക്കുന്നു, വെള്ളം തളിച്ചു നോക്കുന്നു, ബോധമില്ല. പെട്ടെന്ന് വണ്ടിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി. അവര് പറയുന്നു മരിച്ചിട്ട് മണിക്കൂർ 5 നീ എന്താ ചിന്തിച്ചത്? സുബഹി മുതൽ നന്നാകാമെന്നാണ്. പക്ഷെ അരശുപറമ്പിന്റെ പള്ളിയുടെ കബർസ്ഥാനില്, ഈ പത്താങ്കല്ല് പള്ളിയുടെ കബർസ്ഥാനിലെ 6 അടി മണ്ണിലേക്ക് നിന്നെ ഇറക്കി വെക്കുമ്പോള് പിന്നെ നിനക്ക് തൗബ ചെയ്യാൻ ഇവിടെ സമയം. പിന്നെ തൗബയില്ലാതെ മരണപ്പെട്ടു പോയി. നിനക്ക് റമദാൻ എത്ര വന്നു, നല്ല മാസമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് തൗബ ചെയ്യുന്ന മാസം അത് തന്നെയാണ് ഏറ്റവും നല്ല മാസം. മൂന്നാമതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് അയാള് ചോദിച്ചത് ഏറ്റവും നല്ല അമലേതാണെന്നാ. മഹാനവറുകൾ പറഞ്ഞു 5 നേരത്തെ നമസ്കാരം കൃത്യമായി നിസ്കരിക്കലാണ്. അലി തങ്ങൾ പറഞ്ഞു എല്ലാരും അത് തന്നെ പറയുള്ളൂ. പക്ഷെ എനിക്ക് എതിരഭിപ്രായമാണ്. ഏറ്റവും നല്ല അമലേതെന്നറിയോ? ഏറ്റവും നല്ല അമലുമായി അല്ലാഹു സ്വീകരിച്ചത് എന്താണോ അതാണ് ഏറ്റവും നല്ല അമല്. അത് ഏതാണെങ്കിലും എന്റെ റബ്ബ് സ്വീകരിക്കുന്നത് എന്താണ് അത് എന്തോ ആയിക്കോട്ടെ, എന്റെ പടച്ചവൻ സ്വീകരിക്കണം. നമ്മൾ വേറെ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല. എന്റെ റബ്ബ് എന്താണ് സ്വീകരിച്ചത് അതാണ് ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും പുണ്യമായ അമല് എന്ന് അലി റളിയല്ലാഹു തആല അൻഹു പറയാം.
അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമുക്ക് നല്ലൊരു അമലിപ്പ് ചെയ്യാം. ബക്കറ്റ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. ആ ബക്കറ്റിൽ നല്ല ഒരു ഹദിയ നിങ്ങളിടി. ഇതിന് ചെലവുകൾ ഏറെ ഉണ്ട്. നമുക്ക് ഒരുപാട് പേർക്ക് ദുആരക്കാനുണ്ട്. നന്നായിട്ട് നമുക്ക് ദുആ ചെയ്ത് തിങ്കളാഴ്ച രാവാണ്, റജബ് മാസത്തിന്റെ ഈ അനുഗ്രഹീതമായ രാവിൽ, അവസാനത്തെ തിങ്കളാഴ്ച രാവാണ്. ഇനി ഒരു തിങ്കളാഴ്ച രാവ് വരുന്ന ശഅബാനിലാണ്. അപ്പോ ഇൻഷാ അല്ലാഹ് നല്ല നിലയിൽ നമുക്ക് പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള ഒരു അവസരത്തിനു വേണ്ടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഈ ദീനിന്റെ സംരംഭത്തിനു വേണ്ടി അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പ്രസിഡന്റ് തന്നെ നല്ലൊരു വലിയ സംഭാവന ഉദ്ഘാടനം ചെയ്ത് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുന്നിൽ വരികയാണ്. ബക്കറ്റ് നല്ല നിലയിൽ നിങ്ങൾ കണ്ടോളി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. റബ്ബ് നമുക്ക് അതിന്റെ പ്രതിഫലം പൂർണ്ണമായി അള്ളാഹു നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ബക്കറ്റ് കളക്ഷൻ അതിന്റെ മുറയിൽ നടക്കണം. ഞാൻ ബാക്കി വിഷയം പറയും. നമുക്കിനി അരമണിക്കൂർ കൂടി അവശേഷിക്കുന്നുള്ളൂ. ഏറ്റവും നല്ല അമലെന്ന് പറഞ്ഞാൽ 5 നേരത്തെ നമസ്കാരം ആണ്. അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ അത് അല്ലാഹ് സ്വീകരിച്ചില്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? അല്ലാഹ് സ്വീകരിച്ചില്ല. ഈ 5 നേരത്തെ നമസ്കാരം അള്ളാഹു കബൂൽ ചെയ്തില്ല എന്നാ പിന്നെ അതിൽ വല്ല അർത്ഥമുണ്ടോ? എത്ര ആളുകളുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കാതെ തള്ളിക്കളയുന്നറിയോ? നമ്മൾ വലിയ കാര്യത്തിൽ ഇവിടെ വലിയ വണ്ടിയൊക്കെ വിളിച്ചു കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കാൻ. ഈ അമലുകളുമായിട്ട് നാളെ പടച്ചവന്റെ മുന്നിലേക്ക് എത്തുമ്പോ ഒരു പഴം തുണി വലിച്ചെറിയുന്നത് പോലെ അള്ളാഹു നമ്മുടെ നേരെ വലിച്ചൊരൊറ്റ ഏറ് വേണ്ട, നിന്റെ അമലുകൾ എനിക്കു വേണ്ട എന്ന് പറഞ്ഞാൽ ദുനിയാവും പോയി ആഖിറവും പോയി. അശറത്തുൽ മുബശ്ശിരീങ്ങളായ പ്രിയപ്പെട്ട സഹാബാക്കളിൽ 10 പേരും അവരുടെ ജീവിതത്തിന്റെ അവസാന പോയിന്റ് വരെയും അവർ കരച്ചിലായിരുന്നു. സ്വർഗം ഉറപ്പിക്കപ്പെട്ടവരല്ലേ അവർ. പക്ഷെ അവർ കരയും. എന്തെന്നറിയോ? എന്റെ 2 പാദങ്ങളും സ്വർഗത്തിൽ ഊന്നുന്നത് വരെ എനിക്ക് നിർഭയത്വമില്ല. എനിക്ക് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? എന്റെ റസൂല് പറഞ്ഞു എനിക്ക് ഉറപ്പാണ്. പക്ഷെ എന്റെ പ്രവർത്തനങ്ങൾ തെറ്റിപ്പോയാലോ? ആ ഒരു പേടിയാണ്. നമ്മുടെ അമലുകൾ അല്ലാഹു സ്വീകരിച്ചില്ല എങ്കിൽ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ധർമ്മം, ഇവിടെ ചെയ്യുന്ന ഇബാദത്തുകൾ, നമ്മൾ പിടിച്ച നോമ്പ്, നമ്മൾ യാത്ര ചെയ്ത ഹജ്ജ്, ഉംറ, ഇതൊക്കെ വിഫലമായില്ലേ? അതുകൊണ്ട് ചെയ്യുന്ന അമലുകൾ അല്ലാഹു സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പണിയെടുക്കണം. അതിനെന്താ മാർഗം എന്നറിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ ഏതൊരു അമല് ചെയ്താലും മാതൃകയാണ് നമുക്ക്. ഇബ്രാഹിം നബി നമ്മുടെ മുന്നിൽ ഏറ്റവും നല്ല മാതൃകയാണ്. ഒരു കാര്യം നമ്മൾ ചെയ്താൽ, ദാ ഇവിടെ മദ്രസ കെട്ടിടം, അതിന്റെ മനോഹരമായ ഉദ്ഘാടനം കഴിഞ്ഞു 1-ാം തീയതി തങ്ങളല്ലേ? ഈ മദ്രസ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുമ്പോ ഇമാമും ഇവിടുത്തെ പരിപാലന സമിതിയും ഉറക്കെ പറയേണ്ട ഒരു കാര്യമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കരിമ്പടം പുറച്ച കറുത്ത സുന്ദരിയായ കഅബ ഷരീഫിന്റെ സമുദ്ഘാടനം നിർവഹിക്കുമ്പോ ഇബ്രാഹിം നബി ദുആ ചെയ്തു. വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. അല്ലാഹുവേ, നീ കാണുന്നവനും കേൾക്കുന്നവനുമാണ്. അതെ, നീ കാണുന്നില്ലേ പടച്ചവനെ? എത്ര പാവപ്പെട്ട സഹോദരിമാരുടെ മാലയാണ്, എത്ര സഹോദരിമാരുടെ കഴുത്തിലെ കമ്മല, കഴുത്തിലെ മാലയ, കാതിലെ കമ്മല, കാലിലെ പാദസരമാണ്. അല്ലാഹുവേ, എത്ര സഹോദരിമാരുടെ വിരലുകളുടെ മോതിരമാണ്. എത്ര പാവപ്പെട്ട സഹോദരങ്ങൾ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊരു അവിടെ പ്രസംഗിക്കുമ്പോ ശ്രമദാനമായി ഇവിടെ പണിയെടുക്കാമെന്ന് പറഞ്ഞു അല്ലേ? പൈസ കൊടുക്കാൻ ഇല്ലാത്തതിന്റെ പേരില് എത്രയോ ആളിന്റെ പണി ചെയ്തോളാം എന്ന് പറഞ്ഞ സഹോദരൻ എനിക്ക് ഓർമ്മയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഹംസത്ത് എന്ന സഹോദരൻ. അതാണ്. അങ്ങനെ പലരുടെയും വിയർപ്പ് കൊണ്ട് പടുത്തുയർത്തപ്പെട്ട ഈ സ്ഥാപനം അന്തസമീർ, നീ കേൾക്കുന്നുണ്ട്. അവരുടെ ഹൃദയത്തിന്റെ രോദനങ്ങൾ, നെഞ്ചിടിപ്പ് നീ കേൾക്കുന്നുണ്ട്. അല്ലാഹുവേ, ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ പണമാണിത്. റബ്ബനാ തഖബ്ബൽ മിന്നാ, നീ സ്വീകരിക്കണം. ഇത് നീ സ്വീകരിച്ചില്ലെങ്കിൽ വെറും മദ്രസ കെട്ടിടം, വെറും ഓഡിറ്റോറിയം, വെറും ആളുകൾക്ക് വരുന്ന കോൺഫറൻസ് ഹാൾ, അല്ലാഹുവേ, ഇതിലൊരു അർത്ഥമില്ല. അവരുടെ സമ്പത്തിൽ ഒരു ഫലമില്ലാതായി പോകും. അതുകൊണ്ട് റബ്ബേ, ചോദിച്ചപ്പോ അവര് തന്നതാ, നീ സ്വീകരിക്കണം എന്ന ആത്മാർത്ഥമായ ദുആ ഇത് പിന്നെ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഉണ്ടാകണം. കാരണം എന്താണെന്നറിയോ? നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും ആളുകളെ കാണിക്കാൻ വേണ്ടി ആകരുത്.
ആളുകളെ കാണിക്കാൻ വേണ്ടിയാകരുത്, ആരെയും സുഖിപ്പിക്കാൻ വേണ്ടിയാകരുത്, ആരെയും ഭയന്നുകൊണ്ട് നമ്മളൊന്നും പറയാതിരിക്കുകയും അരുത്. നമ്മുടെ ജീവിതത്തിൽ ഇഖ്ലാസോടുകൂടി അല്ലാഹു എന്നെ സ്വീകരിച്ചാ മതി. ആര് പോയാലും നമുക്കെന്താ? ലോകത്ത് ആരെല്ലാം നമ്മളെ വിട്ടുപോയാലും എല്ലാരും നിന്നെ വിട്ട് തെറ്റിയകന്ന് പോയാലും ശരി ഇല്ലല്ലോ തെല്ലോ വിഷാദം കൂട്ടിനു നീങ്കിൽ. എല്ലാരും നിന്നെ വിട്ട് തെറ്റിയകന്ന് പോയാലും ശരി ഇല്ലല്ലോ തെല്ലോ വിഷാദം കൂട്ടിനു നീങ്കിൽ. അല്ലാഹുവേ, ലോകത്താരുമില്ലെങ്കിൽ എന്താ, ആരൊക്കെ എന്ത് വിളിച്ചാലെന്താ, തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ മതമൗലികവാദത്തിന്റെ പേരുകൾ ചാർത്തിയിട്ട് അധികവൽക്കരിച്ചാൽ അധികവൽക്കരിക്കുന്നതിന്റെ മുമ്പിൽ അല്ലാഹുവേ, നീ എന്നെ ഉപേക്ഷിച്ചില്ല, നീ എന്നെ ചേർത്ത് നിർത്തിയ, നീ എന്റെ സർവ്വതുമായി ഉണ്ടെങ്കിൽ, എന്നെ ചേർത്ത് നിർത്താൻ നീ ഉണ്ടെങ്കിൽ അല്ലാഹുവേ പടച്ചവനെ, വേറെ ആരുമില്ലെങ്കിലും എനിക്കത് വേണ്ട, നീ മാത്രം മതി പടച്ചവനെ, നീയാണ് എനിക്ക് വലിയവന്, നീയാണ് എനിക്ക് മതിയായവന്. ഈ ഒരു ബോധത്തോടെ നമ്മൾ പടച്ചവനിലേക്കും അടുത്താൽ ഖബൂലിയത്ത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ വരും. എന്റെ സഹോദരങ്ങളെ, ഭർത്താവിന് ചായ കൊടുക്കുന്ന ഭാര്യ, നിന്റെ മനസ്സിനകത്ത് എന്താണ്? ഭർത്താവിൽ നിന്ന് നല്ല സാരി വാങ്ങിത്തരണമെന്ന ചിന്തയല്ല, എന്റെ മക്കളെയും എന്നെയും നല്ലപോലെ നോക്കണമെന്നല്ല, പിന്നെയോ എന്റെ ഭർത്താവിന് ഞാൻ ചായ കൊടുക്കുന്നു എന്തിനെന്നറിയോ? എന്റെ പടച്ചവൻ അതിനെനിക്ക് പ്രതിഫലം തരണം, അതിനു വേണ്ടിയാ. കള്ളു കുടിച്ചാൽ എന്നെ തല്ലുന്നവനാ, മദ്യപിച്ചിട്ട് എന്നെ അടിക്കുന്നവനാ, എന്നിട്ട് ഞാൻ ചായ തിളപ്പിച്ചു കൊടുക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? എന്റെ ഭർത്താവാണ്, എന്റെ മക്കളുടെ ഉപ്പയാണ്, എന്നോട് അള്ളാഹു കൽപ്പിച്ചതാണ് ഭർത്താവിനോട് ആദരവോടെ നിൽക്കണമെന്ന്. ആ ഒരു പരിഗണനയിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ടവനെ സ്നേഹിക്കണം, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഞാൻ ബഹുമാനിക്കണം. ഈ ഒരു ചിന്തയോടെ ഭർത്താവിന് ഒരു ഗ്ലാസ് ചായ കൊടുക്കുന്ന, ഉസ്താദിന് ഭക്ഷണം കൊടുക്കുമ്പോ, പള്ളിക്കൊരു രൂപ സഹായം നൽകുമ്പോ, അതല്ലെങ്കിൽ വഴല വെക്കുമ്പോ, വഴല കേൾക്കുമ്പോ, എല്ലാത്തിലും അവര് വഴല പറയുമ്പോ, ആളുകൾ നല്ല പ്രസംഗമാണെന്ന് പറയട്ടെ, അടുത്ത വർഷവും വിളിക്കട്ടെ, ആളുകൾ ധാരാളം പ്രസംഗിക്കുന്നതല്ലേ, എന്റെ പ്രസംഗത്തിനാണ് ആളുകൾ കൂടുതൽ വന്നത്, എന്റെ പ്രസംഗമാണ് ഏറ്റവും നല്ലതായത്. ഇത് പറയിപ്പിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. ഈ പ്രസംഗിക്കുന്നത്, മലർ വിളിക്കുന്നത്, ശബ്ദം പുറപ്പെടുവിക്കുന്നത്, ഈ രാത്രിയെ ഇങ്ങനെ പ്രസംഗം കൊണ്ട് ഞാൻ ഈ സദസ്സിൽ നിങ്ങളോട് സംവദിക്കുന്നതല്ല. ഒരേ ഒരു ലക്ഷ്യമാണ്, എന്റെ റബ്ബിന്റെ പൊരുത്തമാണ്, എന്റെ റബ്ബ് സ്വീകരിക്കലാണ്. ആ ഒരു ചിന്ത എനിക്ക് വന്ന ഈ പ്രസംഗം ഫലം ചെയ്യും സഹോദരാ. ഈ കേൾക്കുന്ന ഒരാൾ അമൽ ചെയ്താൽ അത് മതിയല്ലോ, ഒരാൾ ജീവിതത്തിൽ അമൽ ചെയ്താൽ അത് മതിയല്ലോ. എന്താ സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ നന്നായാൽ അത് മതി. കാലം മോശമായി കൊണ്ടിരിക്കുമ്പോ ഒരാൾ ഈമാനിൽ അടിയുറച്ചു നിന്നാൽ, ലോകം എന്താ വെടിയൊച്ചകളുടെ നടുവിലല്ലേ. റഷ്യ എന്ന് പറയുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ സൈന്യത്തിൽ രണ്ടാമത്തെ രാജ്യമാണ് റഷ്യ. 22ാം സ്ഥാനമാണ് ഉക്രൈനിലുള്ളത്. ഉക്രൈനിൽ 22ാം സ്ഥാനമാണ്. ലോകരാജ്യങ്ങൾ ആകാശത്തിന്റെ ചുവട്ടിലെ ഭൂമിയുടെ മുകളിൽ സൈന്യത്തിന്റെ വിഷയത്തിൽ 2ാം സ്ഥാനമാണ് റഷ്യക്കുള്ളത്. 20 സ്ഥാനങ്ങൾക്ക് പിന്നിൽ 22ാം സ്ഥാനമാണ് യുക്രൈനിലുള്ളത്. നിങ്ങൾ ആലോചിക്കണേ, പാവപ്പെട്ട സഹോദരങ്ങൾ എന്ന് സങ്കടത്തിലാ. പാവപ്പെട്ട കേരളത്തിൽ നിന്ന് പഠിക്കാൻ പോയ MBBS കരസ്ഥമാക്കാൻ പോയ നമ്മുടെ സഹോദരിമാര് ഇന്ന് വെള്ളമില്ലാതെ വിഷമിക്കുകയാണ്, ഭക്ഷണമില്ലാതെ വിഷമിക്കുകയാ. അവര് ഭൂമിയുടെ മണ്ണിനടിയിൽ ഒളിച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്, 4 ഭാഗത്ത് വെടിയൊച്ചകളാ. റഷ്യൻ പട്ടാളം 4 ഭാഗത്തും വളഞ്ഞിരിക്കുകയാ. റഷ്യയുടെ പ്രസിഡന്റിന്റെ ചരിത്രം വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി. അയാൾക്ക് പ്രത്യേക ദൗത്യ സംഘമുണ്ടത്രേ. ആ ദൗത്യ സംഘത്തിൽ ചേർന്നാൾ ലക്ഷങ്ങളാണ് ശമ്പളമുള്ളത്. അതിൽ ചേരണമെങ്കിലുള്ള ഏതാണ് റിഹേഴ്സൽ എന്നറിയോ? അതിൽ ചേരണമെങ്കിൽ അതിന്റെ റിഹേഴ്സൽ എന്തെന്നറിയോ? കൽക്കരി കത്തിച്ചിട്ട് അതിന്റെ മുകളിലൂടെ നടന്നു പോകുന്നവനെ അതിനകത്ത് സ്ഥാനം കൊടുക്കുകയുള്ളൂ. അതുപോലെ നെഞ്ചത്തും മലർന്നു കിടന്നിട്ട് ഇഷ്ടിക വെച്ചിട്ട് ഇഷ്ടിക അടിച്ചു പൊട്ടിക്കുന്നവനെ സ്ഥാനമുള്ളൂ. ഇതെല്ലാം സഹിക്കാ
നാല് ഭാഗത്ത് പച്ച മാംസം ഇങ്ങനെ ചീഞ്ഞളിഞ്ഞ ദുർഗന്ധമമിക്കുന്ന മാംസം പുരട്ടിയിരിക്കുന്ന മാംസം ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഈ റൂമിലൂടെ ഈ റൂമിലെ കഴുത്തറ്റം വരുന്ന രക്തത്തിലൂടെ നീന്തി കളിക്കണമത്രേ. അങ്ങനെ നീന്തി തുടിച്ച് നീന്തിയിട്ട് വിജയിക്കുന്നവനാണ് സ്ഥാനം കിടക്കുക. സഹോദരങ്ങളെ, ആ റിഹേഴ്സൽ കഴിയുന്നത് വരെ ബാത്റൂമിനകത്ത് കിടക്കണമത്രേ. മാത്രമല്ല, ഒരു റൂമിനകത്ത് അവനെ ഒറ്റയ്ക്ക് അടച്ചിടുന്നു. 3 അരികളുള്ള ഒരു കത്തി കയ്യിൽ കൊടുക്കുമത്രേ. എന്നിട്ടൊരു പേ പിടിച്ച നായയെ കൂടി റൂമിനകത്താക്കി കൊടുക്കും. ഒന്നുകിൽ ആ നായയെ, ആ പേപ്പട്ടിയെ നിന്റെ കയ്യിരിക്കുന്ന കത്തി കൊണ്ട് കുത്തിക്കൊന്നിട്ട് നീ രക്ഷപ്പെട്ട് പുറത്തു വരണം. ഇല്ലെങ്കിൽ പേപ്പട്ടിയുടെ വായിലകപ്പെട്ട് നീ കൊല്ലപ്പെടണം. ഇതാണ് റഷ്യൻ പട്ടാളത്തിന്റെ പ്രത്യേക ദൗത്യ സംഘത്തിന്റെ ഡ്യൂട്ടി. എത്രേ ഈ റിഹേഴ്സൽ പാസ്സാകുമ്പോഴാണ് പ്രത്യേക ദൗത്യസേനയിൽ ചേരുന്നത്. അങ്ങനത്തെ ദൗത്യസേനയാണ് ഉക്രൈനിലെ പാവപ്പെട്ട സഹോദരങ്ങൾ ആക്രമിക്കുന്നത്. നമുക്ക് വർഗീയതയിൽ നമുക്ക് ഒരിക്കലും രാജിയാകാൻ കഴിയില്ല. ഭീകരവാദത്തോടെ രാജിയാകാൻ കഴിയില്ല. ഇവിടെ പാവപ്പെട്ട ഫലസ്തീന്റെ മക്കളെ, ഇറാഖിലെ മക്കളെ, പാവപ്പെട്ട മുസ്ലിം മക്കളെ കൊന്നൊടുക്കിയപ്പോ കൈകൊട്ടി ചിരിച്ചവരാണ്. പക്ഷേ നമുക്കതിന് കഴിയില്ലടോ. നമ്മുടെ മനസ്സിനകത്ത് കഴിയില്ല. നിങ്ങൾ ഇങ്ങനെ ആക്രമിക്കപ്പെടുമ്പോ നമുക്കതിനെതിരെ ചിരിക്കാൻ കഴിയില്ല. കാരുണ്യത്തിന്റെ പ്രവാചകൻ അത് പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങളുടെ പൊന്നുമക്കൾ പിടഞ്ഞപ്പോ, ഞങ്ങളുടെ പൊന്നുമക്കളുടെ ഉപ്പമാടെ മുമ്പിൽ പാവപ്പെട്ട പൊന്നുമക്കളും വിതുമ്പിയപ്പോ നിങ്ങൾ പൊട്ടിച്ചിരിച്ചില്ലേ? ഇസ്ലാമിനെ ലോകരാജ്യത്ത് മുഴുവനും, ലോകത്തിലെ ഏറ്റവും വലിയ വർഗീയതയുടെ വിഷം ചാർത്തിയിട്ട് നിറം ചാർത്തിയിട്ട് വർഗീയവൽക്കരിച്ചപ്പോൾ കണ്ടില്ലേ ക്രൈസ്തവ രാജ്യങ്ങളാ മുഴുവനും ആക്രമിക്കുന്നത്? ജൂതരാഷ്ട്രമാണ് കലാപങ്ങൾ അടിച്ചുവിടുന്നത്. എവിടെ ആരും ജൂതന്റെ പേര് പറയുന്നില്ല, ക്രൈസ്തവന്റെ പേര് പറയുന്നില്ല. ഞങ്ങൾക്ക് പറയാത്തതിലൊരു വിഷമവുമില്ല. നിങ്ങളെ പറയുന്ന വർഗീയത ഞങ്ങൾക്കില്ല. പക്ഷെ ഞങ്ങൾക്കൊരു വർഗീയതയുണ്ട്. എന്ത് വർഗീയതയെന്നറിയോ? അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ച് മൃട്ടാനബോധന ചെയ്യുന്നവൻ എന്റെ സമുദായത്തിൽ പെട്ടവനല്ല എന്ന ഏറ്റവും വലിയ നിങ്ങൾ പറയുന്ന വർഗീയവാദിയായ ഞങ്ങളുടെ റസൂല് പ്രസംഗിച്ച പോലെ, പ്രഭാഷണം നടത്തിയ പോലെ, അതില് ഹൈന്ദവനെന്ന് പറഞ്ഞില്ല, ക്രൈസ്തവനെന്ന് പറഞ്ഞില്ല, അവിടെ മുസൽമാനെന്ന് പറഞ്ഞില്ല. ഏത് മതവിശ്വാസിയാണെങ്കിലും, മതമുള്ളവനാകട്ടെ, നിരീശ്വരവാദിയാകട്ടെ, ആരാണെങ്കിലും അവന് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അയൽക്കാരൻ പട്ടിണി കിടക്കുന്നതറിഞ്ഞിട്ട് വയറ് നിറയ്ക്കരുതെന്ന് പഠിപ്പിച്ച പ്രത്യയശാസ്ത്രത്തിന്റെ പ്രതീകമാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതം. ആ ഒരു ജീവിതത്തിന്റെ നടുവിൽ നമ്മൾ നിൽക്കുമ്പോ, അയൽ രാജ്യങ്ങൾ ആക്രമിക്കപ്പെടുന്ന, വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോ, ഒരു പാവപ്പെട്ട ഒരു രാജ്യത്തെ ആക്രമിക്കുമ്പോ അതിനെതിരെ നിലകൊള്ളാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് വെടിയൊച്ചകൾ തീരട്ടെ. ഇവിടെ സർവ്വതും വെന്തരിയുന്ന സന്ദർഭത്തിൽ എല്ലാം അവസാനിക്കട്ടെ. രണ്ടുപേരെ തമ്മിലുള്ള ഈഗോ ഉണ്ടല്ലോ. പാവപ്പെട്ട ആളുകളെയാ കൊന്നെടുക്കുന്നത്, പാവപ്പെട്ട പൊന്നുമക്കളാ പലായനം ചെയ്യുന്നത്, അഭയാർത്ഥികളാകുന്നത്. സഹോദരിമാരെ, നിങ്ങളുടെ പൊന്നുമക്കൾ നിങ്ങളുടെ റൂമിനകത്ത് കിടക്കുകയാണല്ലോ. എന്നാൽ കേരളത്തിൽ നിന്ന് പഠിക്കാൻ പോയ, ഇന്ത്യയിൽ നിന്ന് പഠിക്കാൻ പോയ, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പഠിക്കാൻ പോയ, ഉക്രൈനിൽ പഠിക്കാൻ പോയ പാവപ്പെട്ട മക്കളുണ്ടല്ലോ. അവരുടെ അവസ്ഥ എന്താകുമെന്നറിയാതെ വിതുമ്പുന്ന മാതാപിതാക്കളുണ്ട്. ഒരു സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞു, എറണാകുളം ജില്ലയിലെ ആ സഹോദരന്റെ ഭാര്യയുടെ മാമാടെ മോള് ഭക്ഷണമില്ലാതെ വിഷമിക്കത്തത്രേ. അല്ലാഹുവേ, പടച്ചവനെ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെ കാക്കണേ അല്ലാ. എല്ലാ പ്രതിസന്ധികളും മാറ്റണേ അല്ലാ. യുദ്ധവെറിയന്മാരെ പടച്ചവനെ നീ പിടിച്ചു കെട്ടണേ അല്ലാ. കലാപകാരികളെ പിടിച്ചു കെട്ടണേ അല്ലാ. അതുകൊണ്ട് സഹോദരങ്ങളെ, കാലഘട്ടം വളരെ മോശമായി കൊണ്ടിരിക്കുമ്പോ അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാം, ഏറ്റവും നല്ല അമലേതാണ്, ഏറ്റവും നല്ല അമലേതാണ്. ഒരു പ്രവൃത്തി ഞാൻ ചെയ്യുമ്പോ അത് മെഡിക്കിന് വേണ്ടിയാകരുത്, അല്ലാഹുവിനെ കാണിക്കാൻ വേണ്ടിയാകണം. സത്യത്തിന് കൂടെ നിൽക്കണം, സത്യത്തിന് വേണ്ടി നിൽക്കണം. ആരെയും സുഖിപ്പിക്കാൻ വേണ്ടിയാകരുത്, ആരെയും സുഖിപ്പിക്കാനാകരുത്.